എല്ലാവർക്കും നമസ്കാരം. കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ ആണ് ഇടുന്നത്. നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ തൃശ്ശൂർ ഫെജി ഷോപ്പിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് ആ ബീഡ്സ് ഒക്കെ ആ ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ എഡ്ജസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കട്ട് ചെയ്തെടുത്ത ബീഡ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് അത് എളുപ്പമായിരിക്കും. ആദ്യമായിട്ട് നമ്മള് മുത്തുകളെ പൊട്ടിക്കാനതിന് വേണ്ടിയിട്ടുള്ള വെൽവെറ്റിന്റെ ഷീറ്റില് ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിന്റെ ഒരു ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു നെറ്റിപ്പട്ടത്തിന്റെ രൂപത്തില് നമ്മള് ന്യൂസ് പേപ്പർ മടക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെള്ളത്ത് തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ നമുക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോ 3.5 അടിയുടെ ഒരു നെറ്റിപ്പട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പൂർത്തിയായി കഴിയുമ്പോൾ അതിന്റെ കുഞ്ചളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 4 അടിയോളം നീളം വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഗണപതിക്ക് വെച്ച് തുടങ്ങാം. ഇതാണ് മൂല ഗണപതി. ഇത് ത്രിമൂർത്തികളാണ്. ഇത് സരസ്വതി, ഇത് ലക്ഷ്മി, ഇത് പാർവതി എന്നാണ് സങ്കല്പം. ഇവർക്ക് മുകളില് നമ്മൾ സപ്തർഷികളെയാണ് വെക്കുന്നത്. നമ്മൾ കറക്റ്റ് എണ്ണം വെച്ചില്ലെങ്കിലും ഒറ്റ സംഖ്യ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. മുത്തുകളൊക്കെ ഒറ്റ സംഖ്യ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതൊരു ഷോർട്ട് പീസാണ്. നമുക്ക് കറക്റ്റ് സംഖ്യയില് മുത്തുകളൊക്കെ വെക്കാൻ സ്ഥലം ഇല്ലാതെ ഇരിക്കും. അതുകൊണ്ടാണ്. ഇതാണ് ചന്ദ്രക്കല. ഞാനിപ്പോ ഇവിടെ 5 ചന്ദ്രക്കലയാണ് വെച്ചിട്ടുള്ളത്. ഇത് നവഗ്രഹങ്ങളാണ്. ഞാനിവിടെ 5 വെച്ചിരിക്കുന്നത്. ഇത് അഷ്ടവസുക്കൾ എന്ന് പറയുന്നു. ഇത്രയും നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കണം. ചന്ദ്രക്കലയുടെ ഇടയിൽ കൂടെ ഞാൻ ഒരു മീഡിയം സൈസുള്ള ബോളാണ് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഭംഗി വരുന്ന മാതിരി നമ്മള് വൃത്തിയില് ഒട്ടിക്കാൻ ശ്രമിക്കണം. ഈ ചെറിയ ചെറിയ ബീഡ്സ് ഒക്കെ നക്ഷത്രങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത്. ഈ നെറ്റിപ്പട്ട മുഴുവൻ ഫീൽ ചെയ്യുന്നത് ചെറിയ ചെറിയ ബീഡ്സ് കൊണ്ടാണ്. ആദ്യം നമുക്ക് ത്രിമൂർത്തികളെയാണ്, സരസ്വതി, ലക്ഷ്മി, പിന്നെ ഗണപതിനെ ചെറിയ ബീഡ്സ് കൊണ്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സരസ്വതിനെ, ലക്ഷ്മി, ഗണപതി ഇതെല്ലാം നമുക്ക് ചെറിയ ബീഡ്സും പിന്നെ ചീമ്പുപൊളി എന്ന് പറയും നീളത്തിലൊരു ബീഡാണ്. അതും വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് കാണാം. അതിനുശേഷം ചെറിയ ബീഡ്സ് കൊണ്ട് ഇതിന് ചുറ്റും വട്ടത്തില് ഒട്ടിച്ചു കൊടുക്കണം. എത്രത്തോളം വട്ടത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കും. ചെവി ബോണ്ടിന്റെ ഗമ്മ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മള് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പേന കൊണ്ട് ചെറുതായി മാറ്റി എടുത്ത് പിന്നെ പശ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എടുത്തിട്ട് പിന്നെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. അതിനുശേഷം എല്ലാത്തിനും ചുറ്റുമായിട്ട് ചെറിയ ബീഡ്സ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതെല്ലാം കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതാണ്. ആദ്യത്തെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം മീഡിയം സൈസ് ബോൾ വെച്ചിട്ട് നെറ്റിപ്പട്ടത്തിന്റെ ബോർഡർ
2 വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചതാണിത്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, മറ്റു ബീഡ്സിന് മുകളിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് നെറ്റിപ്പട്ടാണിത്. ഇനി നമുക്ക് ഇതിന് 4 പുറം ഉള്ളൻ നൂലുകൾ കോർത്ത് കെട്ടണം. അതിനുവേണ്ടി ഒരു ചരട് എടുത്ത് അളന്ന് നെറ്റിപ്പട്ടത്തിന്റെ 4 പുറവും എത്ര നീളമുണ്ടോ അത്രയും നീളം, പിന്നെ കുറച്ച് അധികവും എടുത്ത് എവിടെയെങ്കിലും നല്ല വലിച്ചു കെട്ടി വെക്കണം. അതിലാണ് നമ്മൾ ഈ ഉള്ളൻ നൂല് കോർക്കേണ്ടത്. ഏറ്റവും അടിയിൽ നടുഭാഗത്തായി ഒരു കളർ നൂല് വേണം. അത് 12 ചുറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 12 ഇഴ ഇട്ട 12 കെട്ടുകളാണ് അതിലുള്ളത്. അപ്പുറവും ഇപ്പുറവും ഒരേ കളർ നൂല് വരാൻ ശ്രദ്ധിക്കണം. അതിൽ ഓരോ കെട്ടും എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് അതിലൊരു 12 വട്ടം നൂല് ചുറ്റണം. ഈ കാർഡ്ബോർഡ് ചട്ടയുടെ വീതി 3 ഇഞ്ചും നീളം 7 ഇഞ്ചുമാണ്. അത് നമുക്ക് എത്ര നീളത്തിലാണോ ഈ കെട്ട് വരേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ചുവപ്പ് കളർ 12 കെട്ടും അതിനപ്പുറം അപ്പുറമുള്ള കെട്ടുകള് 8 കെട്ട് വീതമാണ് ഞാനിവിടെ കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അത് ഓരോ കെട്ടും ഇടേണ്ടത്. പന്ത്രണ്ട് ഇഴ കൊണ്ടുള്ള ഓരോ കെട്ടും 8 എണ്ണം വീതം നമ്മൾ ഉണ്ടാക്കി അത് അടുപ്പിച്ചടുപ്പിച്ച് വലിച്ച് ഈ ചരട് മുഴുവൻ നമ്മൾ കെട്ടി ഉണ്ടാക്കണം. അങ്ങനെ കെട്ടി ഉണ്ടാക്കിയതാണിത്. ഇനി ഇതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഇത് ഒട്ടിക്കേണ്ട സ്ഥലം വെച്ച് ബാക്കിയുള്ള വെൽവെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഒരു കുഞ്ചലം തൂക്കിയിടുന്നുണ്ട്. ഈ കുഞ്ചലത്തിൽ ഞാൻ ഒരു കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉണ്ട നൂല് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ആ കുഞ്ചലത്തേക്ക് വേണ്ട കെട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏഴ് ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇതിപ്പോ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ നടുവിൽ കൂടി ഒരു ത്രെഡ് ഇട്ട് കെട്ടി മുറുക്കി വയ്ക്കണം. അതിന്റെ അറ്റം ആ കുഞ്ചലത്തിന്റെ ഉള്ളിൽ കൂടി എടുത്ത് മുകളിലേക്ക് എടുത്ത് ചുവപ്പിന് കറക്റ്റ് നടുവിലായിട്ട് കെട്ടണം. കെട്ടാൻ വേണ്ടി മെറൂൺ കളർ നൂല് എടുക്കുകയാണെങ്കിൽ നന്നായി. പക്ഷെ എന്തെങ്കിലും അത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പില്ല് നൂല് തന്നെ എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് മുകളിലൂടെ വലിക്കണം. ഇനി അത് നടുവിലായി കെട്ടിവെക്കാം. ചുവപ്പിന് നടുവിലായി കെട്ടിവെക്കാം. ഇതിന്റെ അറ്റം നമ്മൾ കട്ട് ചെയ്യണം ഒപ്പം വെച്ച്. നൂല് പുറത്ത് ഒട്ടിക്കേണ്ട ഭാഗം മാത്രം വെച്ച് 2 ഇഞ്ച് നീളം വെച്ച് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിൽ നമുക്ക് ഹാങ്ങിങ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം തുണി നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്ക് എന്തൊരു ചന്തല്ലേ. ഇനി നമുക്ക് നൂലൊക്കെ ശരിയാക്കി റിബണിന്റെ പശ വെച്ച് തന്നെയാണ്
ഇത് 4 പുറവ് ഒട്ടിച്ചെടുക്കുന്നത്. ഹാങ്ങിങ്സ് വെക്കാൻ വേണ്ടി നമ്മുടെ ഇഷ്ടത്തിന് മുകളിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ വെക്കാം. ഇത് ഞാൻ ബാക്കിയുള്ള ബീഡ്സ് കൊണ്ട് വെച്ചതാണ്. എങ്ങനെ വേണമെങ്കിൽ വെക്കാം. ഇത് തൂക്കാൻ വേണ്ടി നല്ല കനമുള്ള ഒരു റോഡന്നെ എടുക്കണം. ഇതിപ്പോ ഞാൻ SS-ന്റെ പൈസ അവിടെ ഉണ്ടാകുന്നത് എടുത്തതാണ്. അതില് സെന്ററിലായിട്ട് നല്ല നൂല് കെട്ടി കറക്റ്റ് ഈ നെറ്റിപ്പട്ടത്തിന്റെ സെന്റർ നോക്കിയൊരു ഹോൾ ഇട്ട് നമ്മൾ ആ റോഡിന്റെ നടുവിൽ കെട്ടിയിരിക്കുന്ന നൂല് ഈ ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് എടുക്കും. നമ്മുടെ നെറ്റിപ്പട്ടം ഇവിടെ തയ്യാറായി. അടിപൊളിയാണ്. എന്തൊരു ചന്താന്നറിയത് കാണാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കും.